വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് താരന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് താരനുണ്ട് തലയിൽ. അപ്പോൾ അത് വേണ്ടിയിട്ട് ചെയ്യുന്ന, നമുക്ക് വീട്ടിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നിങ്ങൾ കണ്ടോ, നന്നായിട്ട് തലയിൽ താരനുണ്ട്. വീഡിയോയിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് കാണുന്നാലും ആ മുടിയിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോണത്, നമ്മൾ ആദ്യം അതൊന്ന് പതുക്കെ കൈവച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ഹൈ ഫ്രീക്വൻസി കൊടുക്കുകയാണ്. അത് നമ്മൾ താരൻ്റെ ആ ഫംഗസിനെ ഒരു ഇത് വെച്ചിട്ട് അതിന് നശിപ്പിക്കാനായിട്ടുള്ള ഇതാണ് പാസ് ചെയ്യുന്നത് കേട്ടോ. ഒരു റേസ് അതിൽ നിന്നും പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് വീട്ടിൽ അതൊന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് വേണമെന്നില്ല. നമ്മൾ പാർലറായത് കൊണ്ടിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് താരനുള്ളവർക്ക് മാത്രം അത് അങ്ങനെ യൂസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് സാധാരണ പോലെ ആ ഒരു പാക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മസാജ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയാം. അല്ലാണ്ട് ഓയിൽ മസാജ് അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നമുക്ക് വീട്ടിലും ഒരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിതൊരു 2 മിനിറ്റ് ആ ഒരു ഇതിലൊക്കെ കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിടുമ്പം നമുക്ക് തലയിലൊരു തരിപ്പ് ഉണ്ടാവും കേട്ടോ. ചിലർക്ക് അത് ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് തോന്നും. നമുക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത ആ ഒരു ഇതിലേക്ക്. അപ്പോൾ ഒരു നോർമലിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ അത് കൊടുക്കുന്നത് നല്ലതാണ്, ഒത്തിരി താരനൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് അത്യാവശ്യം നന്ന മുടി ലെങ്ത്തും അത്യാവശ്യത്തിന് ഒരു ഉള്ളുമൊക്കെ ഉള്ള മുടിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള മുടിയിൽ താരനൊക്കെ വന്നു കഴിഞ്ഞാലും അത് പോകാനായിട്ടും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഇത് ഇളകി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ, ഭയങ്കര ഹാർഡായിട്ടൊന്നും ഇളക്കരുത്. ഒരു പതുക്കെ ഒന്ന് അധികം വെള്ളമെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നുവെച്ചാൽ അധികം ഇട്ട് ഇളക്കരുത്. കാരണം നമ്മുടെ സ്കാൽപ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിലാണ് നമ്മുടെ പാപ്പില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെയറിന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ലഭിക്കുന്നത് ആ ഒരു ഇതിൽ നിന്നാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതലിട്ട് മുകളിൽ ആ സ്കാൽപ്പിലിട്ട് ഇളക്കിയൊക്കെ വരുമ്പോഴത്തേക്കും അതിന് കേട് സംഭവിക്കും. അപ്പം അത് വളരെ തിന്നായിട്ടുള്ളൊരു ലെയറാണ്, സോഫ്റ്റായിട്ടുള്ള ആ ഒരു ഇതാണത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ അതിൻ്റെ തലയ്ക്ക് മുകളിലിട്ട് അങ്ങനെ ഒരുപാടിട്ട് ഇളക്കി ഇതാക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. വലിയ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും. അത്രയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി കൊടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ഇത് തൈരാണ്. തൈരിൽ നമ്മൾ ഒരു ഹാഫ് ലെമണിൻ്റെ നീര് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 തുള്ളി ജോജോബോ ഓയിലും അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പം ഈ ഇത്രയും സാധനങ്ങൾ മിക്സാക്കിയിട്ടാണ് നമ്മളൊരു കപ്പോളം എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അത് തലയുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ല തിരുമ്മി പിടിപ്പിക്കണ എന്ന് പറയത്തില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ലെയർ എടുത്തിട്ട് നന്നായിട്ടത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. തലയിൽ സ്കാൽപ്പിലാണ് കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നന്നായിട്ട് എന്നിട്ട് ഒന്ന് കൈവിരൽ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത്
സ്കാൽപ്പിൽ നല്ലോണം പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ താരനൊക്കെ ഉള്ള ആ ഒരു ഇതിനും ആ ഒരു റബ്ബിങ് നല്ലതായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിൽ എല്ലായിടത്തും അത് തേച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലൈറ്റായിട്ടൊരു മസാജ് ഒക്കെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളുടെ രക്തയോട്ടമൊക്കെ വർദ്ധിക്കാനായിട്ടും അത് ആ ഒരു ഇതിന് മസാജ് നല്ലതാണ്. റിലാക്സേഷനും എല്ലാം നമുക്കെപ്പോഴും മസാജ് ഒരു നല്ല ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള മസാജൊന്നും കൊടുക്കണ്ട. ഒരു മിനിമം ഒരു പ്രഷർ കൊടുത്തിട്ടുള്ള ആ ഒരു ഇതിൽ നമ്മൾ മസാജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഇതിൽ മസാജ് ചെയ്യുകയാണ് കേട്ടോ. മുടിയൊന്നും അങ്ങനെ കെട്ട് വീഴാത്ത രീതിയിൽ ചെയ്ത്, അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ മുടിയുടെ ആ ഒരു ഉടക്ക് അങ്ങ് തീർത്തിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ വലിയ രീതിയിൽ മുടിയിൽ അങ്ങനെ ഉടക്ക് വീഴത്തില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുടിയെല്ലാം കൂടി കെട്ട് പിണഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അത് ക്ലയൻറ്റിന് വേദന എടുക്കാനുള്ള ഒരു ഇതായി മാറും. അപ്പം അതുകൊണ്ടിട്ട് അതൊക്കെ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ തന്നെ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു മസാജൊക്കെ ഇങ്ങനെ നമുക്കൊന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആയാലും മതി, നമുക്കൊരു മസാജ് തലയ്ക്ക് കിട്ടുക, നമ്മുടെ രക്തയോട്ടമൊക്കെ വർദ്ധിക്കാനായിട്ട് അത് ഉപകരിക്കും. അപ്പോൾ എന്താ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു മസാജിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ് കേട്ടോ ഇതെല്ലാം. ഇതെന്ന് വെച്ചാൽ ആ ഒരു ഇതെന്ന് പ്രത്യേക രീതിയിൽ കുടുക്കിയിട്ട് വലിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ പെയിൻ എടുക്കാത്ത രീതിയിലുള്ള വലിക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് മുടി പിടിച്ച് വലിക്കുകയല്ല ചെയ്യുന്നത്. ഒരു കുടുക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് അത് മുടി അങ്ങനെ വലിക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ പെയിൻ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എല്ലാ സെക്ഷനും മുടിയുടെ എല്ലാ സെക്ഷനും അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സെക്ഷനായിട്ടും ഇങ്ങനെ ചെയ്ത് അങ്ങനെ മുടി കംപ്ലീറ്റായിട്ടും ഫ്രണ്ടും ബാക്ക് വശവും എല്ലാ സ്ഥലത്തും നമ്മളതേപോലെ ചെയ്യണം കേട്ടോ. ഒരു സൈഡും വിട്ട് പോരുത്. ആ ഒരു ഇത് എല്ലാ ഏരിയയിലും അത് കവർ ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഉടക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഉടക്ക് തീർക്കണമെന്ന് പറഞ്ഞില്ല, ആ ഒരു ഇതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ മുടി ഉടക്ക് പിടിച്ച് കിടക്കും, നമുക്ക് മസാജ് ചെയ്യുമ്പോൾ അത് പെയിൻഫുള്ളായിട്ട് മാറും. അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. അതാ ഇങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പം ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ് മൊത്തത്തിൽ എല്ലാ മുടിയും കൂടി എടുത്തിട്ട് ഒന്ന് ആ ഒരു ഇതുപോലെ കുടുക്കിയിട്ട് വലിക്കുക കേട്ടോ. അപ്പോൾ ദാ അങ്ങനെ ചെയ്തു. നമ്മൾ എന്നിട്ട് വീണ്ടും അതിൻ്റെ മുടിയുടെ ഉടക്ക് മാറ്റുകയാണ്. അപ്പോൾ ലെങ്ത്തൊക്കെ ഉള്ള മുടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടക്ക് വീഴും. നമ്മൾ ഇങ്ങനെ ഓരോ ഇതും ചെയ്ത് വരുമ്പോഴും പെട്ടെന്ന് ഉടക്ക് വീഴാനുള്ളതാണ്. ഷോർട്ട് ഹെയറൊക്കെ ആണെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല. നമ്മുടെ കൈ അതിൽ കൂടി ചെയ്യുമ്പോൾ മുടി അതിൽ കൂടി താഴേക്ക് വീണുകൊണ്ടിരിക്കും. പക്ഷേ ഈ ലെങ്ത്തുള്ള മുടിയിലൊക്കെ വരുമ്പോഴത്തേക്കും ആണ് കൂടുതലും കെട്ട് പിണയണ ആ ഒരു ഇതിലേക്ക് വരണത് കേട്ടോ. പിന്നെ നമ്മുടെ ഫോർഹെഡിൻ്റെ ഭാഗത്ത് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ റിലാക്സേഷനും ഇതെല്ലാം നല്ലതാണ് ആ ഒരു ഇത്. അപ്പോൾ അവിടെ നന്നായിട്ടൊരു മിനിമം പ്രസ്സിൽ നന്നായിട്ട് ആ ഒരു ഹെയർ ലൈൻ ഉണ്ടല്ലോ, ഫോർഹെഡിൽ വന്ന ഹെയർ ലൈൻ, ആ ഒരു ഇതിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക.
ഇത് നമ്മൾ ആ ഒരു ഇത് ഡ്രെയിനേജ് പാസേജിൽ ആ ഒരു ഇതിൽ പ്രസ്സിങ് ആണ് കേട്ടോ നടക്കുന്നത്. നമ്മൾ എന്ത് മസാജ് ചെയ്യുമ്പോഴും ആ ഒരു ഇത് ചെയ്യണം കേട്ടോ. നമ്മൾ ആ ഷോൾഡറിലൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീരിറങ്ങുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതായിരിക്കും ആ ഒരു ഇത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കഴുത്തേലൊക്കെ ചെയ്യുമ്പം നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെൻറ്റർ ഭാഗത്തൊക്കെ പിടിച്ചധികം പ്രസ് ചെയ്യണ ആ ഒരു ഇത് ചെയ്യരുത്. കഴുത്തിൻ്റെ 2 സൈഡിൽ കൂടി ആ ഒരു പ്രസ് കൊടുത്ത് വേണം കേട്ടോ ചെയ്യാനായിട്ട്. സെൻറ്ററിലധികം പ്രസ്സിങ് കൊടുക്കണ്ട. അതൊക്കെ നമ്മുടെ കണ്ടോ ആ ഒരു രീതിയിൽ സൈഡ് നിന്ന് മസാജ് ചെയ്ത് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പോൾ ഓരോന്നും കഴിഞ്ഞിട്ട് അതിൽ ഇങ്ങനെ നമ്മൾ ഉടക്ക് തീർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ടാപ്പിംഗ് എന്ന് പറയും. ആ ഒരു ഇത് ഇതും അങ്ങനെ വേദന എടുക്കാത്ത രീതിയിലാണ് കേട്ടോ ആ ഒരു ഇത് വരുന്നത്. നമുക്ക് തലയ്ക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് ആ ഒരു ഇത് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളെല്ലാം ഓരോ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് നമ്മൾ മുടിയുടെ ഉടക്ക് തീർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ 4 സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഇത് എല്ലാം ആ ഒരു മസാജ് ചെയ്തതിൻ്റെ ആ ഒരു ഇതെല്ലാം ഡ്രെയിനേജ് ആ ഒരു ഇതെല്ലാം നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരികയാണ്. ആ ഒരു ഇതാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡ്രെയിനേജ് പാസേജ് നമ്മൾ ഫേഷ്യൽ മസാജസിലായാലും എല്ലാം നമ്മളത് നോക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മളൊരു ലൈറ്റ് മസാജൊക്കെ കൊടുത്ത് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം തന്നെ ഈ മസാജ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വലിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു 5 മിനിറ്റും കൂടിയൊക്കെ വെയിറ്റ് ചെയ്താൽ മതിയാകും. അധികം നീരൊക്കെ ഇറങ്ങണ പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തലയിൽ അധികം നേരമൊന്നും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു 15-20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കത് വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മസാജ് ചെയ്യണതിൻ്റെ ഒപ്പം ആ ഒരു ഇതിലും കൂടി ആയ കാരണം അത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് ഇറങ്ങി അത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒന്നുകൂടി ഒന്ന് മസാജ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ. തലയിലേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ഒരു മസാജ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മുടിയിൽ അതിങ്ങനെ പതുക്കെ ഇതിറങ്ങി സ്കിന്നിലേക്ക് ഇങ്ങനെ ഇതായി പെട്ടെന്ന് ഇത് വലിയാണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ മുടിയുടെ പുറമേ തന്നെ ഇങ്ങനെ നിൽക്കും. നമ്മളിപ്പോൾ ഇതും ഇതാകണോണ്ട് നമ്മുടെ കൈക്കും ഒരു ചൂട് ഒരു നമ്മൾ മസാജ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇത് വരുമല്ലോ. അപ്പോൾ ആ ഒരു ഇതും എല്ലാം കൂടി ആ തലയിൽ പെട്ടെന്ന് തന്നെ തലയിലേക്ക് വലിച്ചെടുക്കാനായിട്ടുള്ള ആ ഒരു ഇത്
ഉണ്ടാവും കേട്ടോ. അപ്പം ആ ഒരു ഇത് നമ്മൾ ഏകദേശം ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉടക്ക് വീഴാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 5 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തായിരുന്നു. അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് ടവൽ ഡ്രൈ ചെയ്യുക. ടവൽ ഡ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡ്രയർ വെച്ചിട്ട് ഉണക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം നമ്മൾ ടവൽ ഡ്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മുടിയൊക്കെ നന്നായിട്ട് ഉണക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ കഴിഞ്ഞപ്പോൾ മുടി ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മുടിക്ക് ലെങ്ത്തൊക്കെ ഉണ്ട്. അതാ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.